എൻ്റെ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കാശ് പൂൾ ചെയ്ത് ഗെയിം CDs വാങ്ങിച്ചിരുന്നു. ഇങ്ങനെ വാങ്ങിച്ചിരുന്ന CDസിൻ്റെ ഓണർഷിപ്പും ഷെയർഡ് ആയിരുന്നു. കളി തീർന്നതിന് ശേഷം ഞങ്ങൾ ഈ CDs മറച്ച് വിറ്റിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ്സും ഞങ്ങൾ ഷെയർ ചെയ്തേനെ. ഏതാണ്ട് ഇത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിലും നടക്കുന്നത്. വെൽക്കം ടു ഫിനാൻസ് ഫ്രൈഡേ ആൻഡ് ദിസ് വീക്ക് വിൽ ലുക്ക് അറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ലെറ്റ്സ് സേ പെർ മന്ത് 500 രൂപയാണ് നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതെന്ന്. മാർക്കറ്റിലുള്ള പല നല്ല കമ്പനീസും നിങ്ങൾക്ക് 500 രൂപയ്ക്ക് കിട്ടില്ല. അതിലുപരി നല്ല കമ്പനീസ് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും നമുക്കറിയില്ല. ഇവിടെയാണ് മ്യൂച്വൽ ഫണ്ട്സ് നല്ലൊരു ഓപ്ഷൻ ആകുന്നത്. എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജറിന്റെ ജോലി നല്ല കമ്പനീസ് തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഫണ്ട് മാനേജേഴ്സിന് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഈ പണം ഇദ്ദേഹം പല കമ്പനീസിലായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. കമ്പനീസ് വളരുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും ആൻഡ് ദെയർ ബൈ ആർ മണി ഓൾസോ ഇൻക്രീസസ് പ്രൊപ്പോർഷണലി. മ്യൂച്വൽ ഫണ്ട്സ് ഇക്വിറ്റീസ് അഥവാ സ്റ്റോക്സിൽ മാത്രമല്ല, ദർ ആർ മെനി ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ലൈക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് എക്സെട്ര. ഇക്വിറ്റീസ് മ്യൂച്വൽ ഫണ്ട്സിൽ ഫണ്ട് മാനേജർ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മറ്റ് ടൈപ്പ് ഫണ്ട്സിൽ വേറെ ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബട്ട് ദ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് റിമെയിൻസ് ദ സെയിം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ 900 ഫണ്ട്സിന്റെ ലിസ്റ്റ് കിട്ടും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം.